ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചെറിയൊരു കമ്പാരിസൺ വീഡിയോ ആണ്. നമ്മൾ മുമ്പ് വാങ്ങിയ 5 വാട്ടിൻ്റെ പമ്പും ഇന്നലെ നമ്മൾ വാങ്ങിയ 4 വാട്ടിൻ്റെ പമ്പുമായിട്ട് ചെറിയൊരു കമ്പാരിസൺ. രണ്ടും മിനി പമ്പുകളാണ്, കുറഞ്ഞ വാട്ടേജിൽ വരുന്ന പമ്പുകളാണ്. ചെറിയ അക്വേറിയങ്ങൾ അല്ലെങ്കിൽ ഫിഷ് ടാങ്കുകൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള പമ്പുകളാണ്. ഇതാണ് നമ്മൾ ആദ്യം വാങ്ങിയ പമ്പ്, 5 വാട്ടിൻ്റെ WP280 എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ ഇന്നലെ വാങ്ങിയത്, WP850F എന്ന് പറയുന്നത്. ഇതിൻ്റെ വാട്ടേജ് എന്ന് പറയുന്നത് 4 വാട്ടാണ്. ഫ്ലോ റേറ്റ് 400 ലിറ്റേഴ്സ് പെർ അവർ ആണ്. ഇതിൽ എയറേഷൻ കൂടാതെ ഫിൽട്രേഷൻ കമ്പാർട്ട്മെൻറ്റ് കൂടി വരുന്നുണ്ട്, അതൊരു ഫിൽറ്ററും കൂടിയാണ്. ഇതിനകത്ത് ഫിൽട്രേഷൻ കമ്പാർട്ട്മെൻറ്റ് ഇല്ല, അതുകൊണ്ട് തന്നെ ഇതൊരു ഫിൽറ്റർ പമ്പ് അല്ല, ജസ്റ്റ് എയറേഷന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ മാനുവലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഹാങ്ങിങ് ഫിൽറ്ററോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും ഫിൽറ്ററോ ഫൗണ്ടനോ ഒക്കെ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആ ഒരു പമ്പ് യൂസ് ചെയ്യാം. ഈ ആദ്യം ഇരിക്കുന്ന 4 വാട്ടിൻ്റെ പമ്പിൻ്റെ പ്രൈസ് 200 രൂപയാണ്. മറ്റേ 5 വാട്ടിൻ്റെ പമ്പാണെങ്കിൽ അതിൻ്റെ പ്രൈസ് വന്നത് 250 രൂപയാണ്. ഇത് രണ്ടും തമ്മിൽ കൂടുതൽ ബെറ്റർ ആയിട്ട് ഏതാണെന്ന് എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്നതാണ്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 4 വാട്ടേ വരുന്നുള്ളൂ, അതുപോലെ തന്നെ എയറേഷനും ഫിൽട്രേഷനും പോസിബിൾ ആണ്. പിന്നെ പ്രൈസ് വരുന്നത് 200 രൂപയാണ്. അതേസമയം മറ്റേ പമ്പാണെന്നുണ്ടെങ്കിൽ അത് 5 വാട്ട് വരുന്നുണ്ട്, അതുപോലെ തന്നെ പ്രൈസ് 250 രൂപയാണ്. പിന്നെ ഫിൽട്രേഷൻ കമ്പാർട്ട്മെൻറ്റ് വരുന്നില്ല, ജസ്റ്റ് എയറേഷൻ മാത്രമാണ് പോസിബിൾ ആയിട്ട് വരുന്നത് ഇതിനകത്ത്. അപ്പോൾ ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മറ്റേ പമ്പ് തന്നെയാണ്, ഫിൽറ്റർ പമ്പ് തന്നെയാണ് കൂടുതൽ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയത്. വാട്ടേജിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞതുപോലെ പ്രൈസ് വാല്യൂ ആണെങ്കിലും. അപ്പോൾ 2 എണ്ണം നമ്മൾ ഇതുപോലെ ജസ്റ്റ് ബോഡിയൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 2 എണ്ണം നമ്മൾ വെള്ളത്തിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട്. ഇത് ഞാൻ ഓൾറെഡി സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുള്ളതാണ്, അതിനകത്ത് നമ്മൾ കാണിച്ചിട്ടുള്ളതാണ്. എങ്കിൽ ഇത് കമ്പാരിസൺ വീഡിയോ ആയതുകൊണ്ട് നമ്മളൊന്ന് റിപ്പീറ്റ് ചെയ്ത് കാണിക്കുന്നതെന്ന് മാത്രം. ഈ താഴെ കാണുന്നതാണ് ഫിൽട്രേഷൻ കമ്പാർട്ട്മെൻറ്റ്, അതിനകത്തൊരു സ്പോഞ്ച് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ രീതിയിലുള്ള മെക്കാനിക്കൽ ഫിൽട്രേഷനും ബയോളജിക്കൽ ഫിൽട്രേഷനും നടക്കും. പിന്നെ എയറേഷൻ്റെ ആ ഒരു ട്യൂബ് നിങ്ങൾക്ക് കാണാം, ആ ട്രാൻസ്പാരൻറ്റ് പൈപ്പാണ് എയറേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എയറേഷൻ ഫിൽട്രേഷൻ ഈസി ആയിട്ട് നടക്കും. പിന്നെ 4 വാട്ടേജാണ്, 4 വാട്ടിൻ്റെയാണ് പമ്പ്. പിന്നെ 200 രൂപയാണ് പ്രൈസ് വരുന്നത്. പിന്നെ പമ്പിൻ്റെ സൈസ് നോക്കുമ്പോൾ, അതായത് മോട്ടർ നോക്കുമ്പോൾ 4 വാട്ടിനെ നിങ്ങൾക്ക് കുറച്ച് ചെറിയ സൈസായിട്ട് തോന്നും. ഇതാണെങ്കിൽ കുറച്ചും കൂടി വലുപ്പം വരുന്നുണ്ട് ഇതിൻ്റെ ബോഡിക്ക്. നമ്മൾ കയ്യിലെടുക്കുമ്പോഴും കൂടുതൽ വെയിറ്റ് ഫീൽ ചെയ്യുന്നത് ഈ ഒരു പമ്പിനാണ്, ഈ 5 വാട്ടിൻ്റെ ആണ്. അപ്പോൾ മുകളിലത്തെ ആ ഒരു ഔട്ട്ലെറ്റ് വഴിയാണ് വെള്ളം പുറത്തേക്ക് വരുന്നത്. അതുപോലെ സൈഡിൽ നിങ്ങൾക്ക് എയറേഷനുള്ള ഹോസും കാണാം. പിന്നെ ആ ഒരു പമ്പ് ഉപയോഗിച്ച് നമുക്ക് മാനുവലായിട്ട് ഒരു ചെറിയ ഫിൽട്രേഷൻ്റെ സെറ്റപ്പ് വേണമെങ്കിൽ ചെയ്യാം, അത് അല്ലെങ്കിൽ ഫൗണ്ടൻ നമുക്ക് സെറ്റ് ചെയ്യണമെങ്കിൽ സെറ്റ് ചെയ്യാം, എക്സ്ട്രാ ആക്സസറീസ് ഒക്കെ ഉപയോഗിച്ചിട്ട്. അപ്പോൾ അത് നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, വെള്ളം നിറച്ച് രണ്ട് ആംഗിളിലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് ഒന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം, ഫോഴ്സും കാര്യങ്ങളൊക്കെ എത്രത്തോളം വരുന്നുണ്ട് എന്നുള്ളത്. നമ്മൾ ഈ വീഡിയോ മെയിനായിട്ട് ചെയ്ത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ ചെറിയ പമ്പുകൾ വരുമ്പോൾ നമുക്ക് ഏത് വാങ്ങണം എന്നുള്ളതൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതുപോലെ ഒരു ഡെമോ അല്ലെങ്കിൽ കമ്പാരിസൺ വീഡിയോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും, ഏത് വേണമെന്ന് ചൂസ് ചെയ്യാനായിട്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചെറിയ അക്വേറിയങ്ങൾ, അതുപോലെ തന്നെ ടബുകൾ, അതുപോലെ ക്രേറ്റുകളിലൊക്കെ മീനുകളെ വളർത്തുന്നുണ്ടെങ്കിൽ അത്തരം സ്പേസുകൾക്കൊക്കെ വളരെ സ്യൂട്ടബിൾ ആണ് ഇതുപോലുള്ള ചെറിയ പമ്പുകൾ. വർക്ക് ചെയ്യുന്ന സമയത്ത്, അതായത് വെള്ളം പുറത്തേക്ക് തള്ളുമ്പോൾ അധികം പ്രഷറോ കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. ചെറിയ സ്പേസിൽ നമ്മൾ കൂടിയ വാട്ടേജിൻ്റെ അല്ലെങ്കിൽ പ്രഷർ കൂടിയ പമ്പുകളൊക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ചെടികൾക്ക് അത്ര സ്യൂട്ടബിൾ അല്ല. ചെടികളൊക്കെ ചിലപ്പോൾ ഇളകി കടപുഴകി വരാനൊക്കെ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഗപ്പി, പ്ലാറ്റി, മോളികൾ പോലുള്ള മീനുകൾക്കൊക്കെ അത് കുറച്ച് ഡിസ്റ്റർബൻസ് ആണ്, ഹെവി വേവ്സ് ഒക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഇതുപോലുള്ള ക്രേറ്റുകളിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഇതുപോലുള്ള പ്ലാസ്റ്റിക് ബോക്സുകളൊക്കെ നിങ്ങൾ മീനുകളെ വളർത്താനായിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ചെറിയ പമ്പുകൾ സ്യൂട്ടബിൾ ആണ്. അതുപോലെ തന്നെ അക്വേറിയങ്ങളാണെന്നുണ്ടെങ്കിലും, ഇപ്പോൾ ഈ കാണുന്ന അക്വേറിയൊക്കെ കണ്ടില്ല, ഇത് 2 അടി നീളം, 1 അടി വീതി, പിന്നെ 1.5 അടി ഹൈറ്റൊക്കെയാണ്. അപ്പോൾ ഇത്തരം അക്വേറിയങ്ങളിലൊക്കെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇത്തരത്തിലുള്ള ചെറിയ പമ്പുകൾ യൂസ് ചെയ്യാം, മീനുകൾക്കും ചെടികൾക്കൊന്നും ഡിസ്റ്റർബൻസ് വരാതെ. കാരണം നമുക്കിത് ഓൾറെഡി അറിയാവുന്നതുകൊണ്ട് പറയുന്നതാണ്. നമ്മുടെ കയ്യിൽ 15 വാട്ടിൻ്റെ 20 വാട്ടിൻ്റെ ഒക്കെ ഇതേ സോപ്പോ ബ്രാൻഡിൻ്റെ സബ്മേഴ്സിബിൾ പമ്പുകളുണ്ട്. ഈ അക്വേറിയത്തിലെ നമ്മൾ പണ്ട് യൂസ് ചെയ്തിട്ടുള്ളതാണ്. ഭയങ്കര ഹെവി ആയിട്ടുള്ള വേവ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് ഒരു കാരണവശാലും ചെറിയ മീനുകൾക്ക് സ്യൂട്ടബിൾ അല്ല. ഗപ്പി, പ്ലാറ്റി, മോളി, അതുപോലെ സ്ലോ ആയിട്ട് നീങ്ങുന്ന ഏഞ്ചൽ മത്സ്യങ്ങളൊക്കെ ഉണ്ട്, അവർക്കൊന്നും തീരെ സ്യൂട്ടബിൾ അല്ല അത്തരത്തിലുള്ള ഹെവി ആയിട്ടുള്ള പമ്പുകൾ. അപ്പോൾ അത്തരം സ്പേസുകളിലേക്ക് നമുക്ക് ഇത്തരം പമ്പുകൾ യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ഓൺ ചെയ്തതിൻ്റെ വർക്കിംഗ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും, ഇതിനകത്ത് 4 വാട്ടിൻ്റെ പമ്പിൽ നിന്നാണ് കൂടുതൽ പ്രഷറിൽ വെള്ളം പുറത്തേക്ക് വരുന്നത്. 5 വാട്ടിൻ്റെ പമ്പ് കുറച്ചും കൂടിയും പ്രഷർ കുറവാണ്. അതായത് ഈ കാണുന്ന പമ്പ്, അതായത് ഈ ഫിൽറ്റർ പമ്പിനാണ് കൂടുതൽ വെള്ളം പുറത്തേക്ക് തള്ളുന്നതിൻ്റെ പ്രഷർ കൂടുതൽ വരുന്നത് ഈ ഒരു ഫിൽറ്റർ പമ്പിനാണ്. ഇത് 4 വാട്ടേ വരുന്നുള്ളൂ, മറ്റേത് 5 വാട്ടിൻ്റെയാണ്. പക്ഷേ അതിനകത്തുനിന്ന് വെള്ളം പുറത്തേക്ക് തള്ളുന്നതിൻ്റെ പ്രഷർ കുറവാണ്. അത് ഞാൻ നേരത്തെ ഒരെണ്ണത്തിൻ്റെ മാത്രമേ പറഞ്ഞുള്ളൂ, അതായത് ഫ്ലോ റേറ്റ്, അതായത് വെള്ളത്തിൻ്റെ ഫ്ലോ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 5 വാട്ടിൻ്റെ പമ്പാണെന്നുണ്ടെങ്കിൽ അത് 300 ലിറ്റേഴ്സ് പെർ അവർ ആണ്. മറ്റേതാണെന്നുണ്ടെങ്കിൽ 4 വാട്ടിൻ്റെ പമ്പാണെങ്കിൽ അത് 400 ലിറ്റേഴ്സ് പെർ അവർ ആണ് അതിൻ്റെ ഫ്ലോ റേറ്റ് ബോക്സിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഇതിന് ഫ്ലോ കുറവും മറ്റേതിന് ഫ്ലോ കൂടുതലും വരുന്നത്. മാത്രമല്ല 4 വാട്ടിൻ്റെ ആ ഒരു പമ്പ് എന്ന് പറയുന്നത് അത് ഫിൽറ്റർ ബോക്സും കൂടി ഉള്ളതാണ്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഫിൽട്രേഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല പ്രഷറിൽ തന്നെ വെള്ളം വരണം, എന്നാലാണ് പ്രോപ്പറായിട്ടുള്ള സർക്കുലേഷൻ നടക്കുകയുള്ളൂ. അതേസമയം 5 വാട്ടിൻ്റെ പമ്പാണെന്നുണ്ടെങ്കിൽ അതിൽ ഫിൽറ്റർ ബോക്സ് വരുന്നില്ല. അപ്പോൾ ഫിൽട്രേഷൻ പർപ്പസിന് വേണ്ടിയിട്ടല്ല ആ ഒരു പമ്പ് റിലീസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടായിരിക്കാം 5 വാട്ട് പവർ കൺസംഷൻ ഉണ്ടായിട്ട് പോലും അതിന് 4 വാട്ടിൻ്റെ അത്രയും പ്രഷർ വെള്ളത്തിന് വരുന്നില്ല. കണ്ടില്ലേ, മറ്റേതിൻ്റെ അത്ര പ്രഷർ ഇതിന് വരുന്നില്ല. ഇതിന് കുറച്ച് ലോ പ്രഷറാണ് വെള്ളം പുറത്തേക്ക് തള്ളുന്നത്.
പിന്നെ ഈ സബ്മേഴ്സിബിൾ പമ്പുകളും അതുപോലെ തന്നെ എയർ പമ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എയറേറ്ററുകൾ അത് തമ്മിൽ നമുക്കങ്ങനെ കമ്പയർ ചെയ്യാനായിട്ട് പറ്റില്ല. ഇതാണ് നല്ലത് അല്ലെങ്കിൽ അതാണ് നല്ലതെന്നൊന്നും. രണ്ടിനും അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്, അതുപോലെ തന്നെ അഡ്വാൻറ്റേജുകളും ഉണ്ട്. ഇപ്പോൾ ഈ 5 വാട്ടിൻ്റെ സബ്മേഴ്സിബിൾ പമ്പ് കണ്ടില്ലേ, ഇത് നമുക്കിപ്പോൾ എയറേഷനാണ് മെയിനായിട്ട് വർക്ക് ചെയ്യുന്നത്. എയറേഷന് വേണ്ടിയാണ് നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഫിൽട്രേഷൻ ഇതിനകത്ത് ഇല്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ ഈ വെള്ളം വരുന്ന ഈ ഔട്ട്ലെറ്റ് കണ്ടില്ലേ, ഈ ഔട്ട്ലെറ്റിൽ നിന്ന് നമുക്കൊരു കണക്ഷൻ എടുത്തിട്ട് ഒരു ഫൗണ്ടൻ പോലെ സെറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു ഹാങ്ങിങ് ഫിൽറ്റർ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് കണക്ട് ചെയ്യുകയോ ചെയ്യാം. അതിനായിട്ട് 8 mm ഒരു ഹോസൊക്കെ നമ്മൾ മേടിക്കേണ്ടി വരും. അപ്പോൾ ഇതാണ് ഈ 2 പമ്പുകളും തമ്മിലുള്ള ഒരു കമ്പാരിസൺ വീഡിയോ എന്ന് പറയുന്നത്. മെയിനായിട്ടുള്ള ഡിഫറൻസ് ഈ പറഞ്ഞതൊക്കെയാണ്. സോബോ ബ്രാൻഡിൻ്റെ കീഴിൽ നമ്മൾ കണ്ടിട്ടുള്ള ഏറ്റവും ചെറിയ വാട്ടേജിൽ വരുന്ന 2 മിനി പമ്പുകളാണ് ഇപ്പോൾ നമ്മൾ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ 2 പമ്പുകളിൽ ഏതാണ് കൂടുതൽ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ കാണുന്ന പമ്പ് തന്നെയാണ്. ഫിൽറ്റർ ബോക്സും കൂടിയുള്ള 4 വാട്ടിൻ്റെ പമ്പ് തന്നെയാണ്. കാരണം പ്രൈസ് കുറവ്, അതായത് 200 രൂപയാണ് വരുന്നത്. പിന്നെ 4 വാട്ടേ വരുന്നുള്ളൂ. എയറേഷനുണ്ട്, ഫിൽട്രേഷനുണ്ട്, പിന്നെ അത്യാവശ്യം നല്ല പ്രഷറിൽ വെള്ളം വരുന്നുണ്ട്, അതായത് ഫ്ലോ റേറ്റും കൂടുതലാണ്. പിന്നെ ബിൽഡ് ക്വാളിറ്റിയെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അല്ലെങ്കിൽ മുമ്പ് ചെയ്ത വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് സോബോ ബ്രാൻഡിൻ്റെയാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റാണ് ഇവർ ഇറക്കുന്നത്. ഏത് അക്വേറിയം ഷോപ്പുകളിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാലും ഈ ഒരു സോബോ ബ്രാൻഡ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഫിഷ് കീപ്പിംഗ് ഹോബിയിൽ ഈ ഒരു ബ്രാൻഡ് വാങ്ങി യൂസ് ചെയ്യാത്ത അധികം ആൾക്കാരുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത്തരം അക്വേറിയം പ്രൊഡക്ട്സ് ഇറക്കുന്ന ഇഷ്ടംപോലെ കമ്പനികളുണ്ട്. പക്ഷേ പോപ്പുലർ ആയിട്ടുള്ള ബ്രാൻഡുകളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു സോബോ, പിന്നെ സൺസൺ പോലുള്ള ബ്രാൻഡുകളൊക്കെയാണ്. ബോയു, വീനസ് അക്വ, അതുപോലെ തന്നെ വേറെയും കുറേ ബ്രാൻഡുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എങ്കിലും ഈ 2 ബ്രാൻഡുകളൊക്കെ തന്നെയാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് പല ആൾക്കാരുടെ വീഡിയോകളിലൊക്കെ കണ്ടിട്ടുള്ളത്. അതുപോലെ തന്നെ ഔട്ട്ഡോർ ടാങ്കുകളിലൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് കൂടുതൽ പവർഫുൾ ആയിട്ടുള്ള പമ്പുകൾ ഇത്തരം ബ്രാൻഡുകൾ റിലീസ് ചെയ്യുന്നുണ്ട്. അക്വേറിയം ഷോപ്പുകളിലും അതുപോലെ തന്നെ ഓൺലൈനിലൊക്കെ ഈ പമ്പുകൾ അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു കമ്പാരിസൺ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. നമ്മൾ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും.